എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എസ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പാലാ മുനിസിപ്പാലിറ്റിക്കുള്ളിലുള്ള ഒരു കൊട്ടാര സദൃശ്യമായ മനോഹരമായ വീടാണ്. 25 സെൻറ്റ് സ്ഥലത്ത് നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു വീടിന് 3100 സ്ക്വയർ ഫീറ്റാണ് വിസ്തീർണം. 6 ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത്. മുനിസിപ്പൽ റോഡ് ഫ്രണ്ടേജിൽ തലയുയർത്തി നിൽക്കുന്ന മനോഹരമായ വീടാണിത്. ഒരിക്കലും വെള്ളപ്പൊക്കമൊന്നും ബാധിക്കാത്ത മനോഹരമായ പ്രദേശത്താണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. റോഡിൽ നിന്ന് വീട്ടിലേക്കുള്ള ഭാഗത്ത് മുഴുവൻ ഇൻ്റർലോക്ക് ഭംഗിയാക്കിയിരിക്കുന്നു. നല്ലൊരു എലിവേഷനിലാണ് വീട് പണിതിരിക്കുന്നത്. നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ്. ഈ വീടിൻ്റെ നിർമ്മാണം 2 ഘട്ടങ്ങളിലായിട്ടാണ് നടത്തിയിരിക്കുന്നത്. ആദ്യത്തെ താഴത്തെ നില ഒരു 8 വർഷമായി, മുകളിലത്തെ നില പണിതിട്ട് 3 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. 6 ബെഡ്റൂമുകളുണ്ട് ഈ വീടിന്. 5 അറ്റാച്ച്ഡ് ബാത്റൂമുകളും ഒരു കോമൺ ബാത്റൂം കൂടിയുണ്ട്. ഒരു 5-6 കാറുകൾ വന്നാലും പാർക്ക് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള വിശാലമായ മുറ്റമാണ് ഇവിടെയുള്ളത്. മുറ്റത്തിൻ്റെ സൈഡുകളൊക്കെ ഫലവൃക്ഷങ്ങളൊക്കെ നട്ടിട്ടുണ്ട്. കായ്ക്കുന്ന തെങ്ങുകളും മാവും പ്ലാവും എല്ലാം ഈ കോമ്പൗണ്ടിലുണ്ട്. പാലാ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം 1.25 കിലോമീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം. സൈഡുകളിലൊക്കെ ഇഷ്ടംപോലെ സ്പേസ് ആണുള്ളത്. നല്ല ഭംഗിയേറിയ നല്ല തലയെടുപ്പുള്ള വീടാണിത്. കിണർ വെള്ള സൗകര്യമാണ് ഈ വീടിനുള്ളത്. കോമ്പൗണ്ടെല്ലാം കെട്ടി തിരിച്ചിട്ടിരിക്കുന്നതാണ്. ഈ കാണുന്ന പുറകുവശത്ത് കാണുന്ന സ്ഥലം കൂടി ചേർത്ത് 25 സെൻറ്റ് സ്ഥലമുണ്ട്. വീടിൻ്റെ പുറകിലേക്ക് ഒരു ചെറിയ വർക്ക് ഏരിയയൊക്കെ കൊടുത്തിട്ടുണ്ട്. പുറത്തൊരു ബാത്റൂമും ഒക്കെ കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ മുറ്റത്ത് തന്നെ കിണർ വന്നിരിക്കുന്നു. നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്കൊന്ന് പ്രവേശിക്കാം. സിറ്റ് ഔട്ടിലും സ്റ്റെപ്പുകളും മുഴുവൻ ഗ്രാനൈറ്റ് കൊടുത്തിരിക്കുന്നു. മനോഹരമായ ലിവിങ് ഏരിയയിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. എന്നാണ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിങ് ഏരിയയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഫാൻസി ലൈറ്റുകളും ഫാനുകളും എല്ലാം ഉണ്ട്. ഫർണിച്ചർ ഉൾപ്പെടുന്നതല്ല. ലിവിങ് ഏരിയയിലും നേരെ മുൻഭാഗത്തായിട്ട് തന്നെ ഒരു പ്രയർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. താഴത്തെ നിലയിൽ 3 ബെഡ്റൂമുകളുണ്ട്. മുകളിലത്തെ നിലയിൽ 3 ബെഡ്റൂമുകളാണുള്ളത്. ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത്. താഴത്തെ നിലയിലെ ഒരു ബെഡ്റൂമാണ് ഈ കാണുന്നത്. വലിപ്പമുള്ള ബെഡ്റൂമുകളാണ്. എല്ലാ ബെഡ്റൂമുകളിലും കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. താഴത്തെ 3 ബെഡ്റൂമുകൾക്കും അറ്റാച്ച്ഡ് ബാത്റൂമുകൾ നൽകിയിട്ടുണ്ട്. ഇവിടെയാണ് രണ്ടാമത്തെ ബെഡ്റൂം. ഇത് മുകളിലത്തെ നിലയാണ്. മുകളിലത്തെ നിലയിൽ കടന്നു വന്നു കഴിയുമ്പോൾ ഒരു ഹാളുണ്ട്. നമ്മൾ നിലവിൽ ആൾ താമസിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് അധികം വിശദമായിട്ട് വീഡിയോ എടുക്കാത്തത്. ഈ വീട് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുകൾ വിളിച്ചാൽ നിങ്ങൾക്ക് ഏത് സമയത്തും ഈ വീട് വന്ന് കാണാനുള്ള സൗകര്യങ്ങൾ തരുന്നതാണ്. നേരിൽ വന്ന് കണ്ട് ലൊക്കേഷനും വീടിൻ്റെ ക്വാളിറ്റിയൊക്കെ ബോധ്യപ്പെട്ട് വാങ്ങാൻ സപ്പോർട്ട് തരുന്നതാണ്. 25 സെൻറ്റ് നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു വീടിന് 3100 സ്ക്വയർ ഫീറ്റാണ് വിസ്തീർണം. പറഞ്ഞതുപോലെ തന്നെ 6 ബെഡ്റൂമുകളുണ്ട്. മുകളിലത്തെ നിലയാണ് ഈ കാണുന്നത്. നല്ല പുതിയ ടൈൽസുമൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. 3 വർഷത്തെ മാത്രം പഴക്കമേ ഉള്ളൂ ഈ ഒരു മുകളിലത്തെ നിലയ്ക്ക്. താഴത്തെ നില വരുന്നത് 8 വർഷമായിട്ടുണ്ട്. എങ്കിലും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന മനോഹരമായ വീടാണ്. 25 സെൻറ്റ് സ്ഥലവും 3100 സ്ക്വയർ ഫീറ്റും വരുന്ന പാലാ മുനിസിപ്പാലിറ്റിക്കുള്ളിലെ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില 1,49,00,000 രൂപയാണ്. നെഗോഷ്യബിൾ പ്രൈസാണ്. ലോൺ സൗകര്യങ്ങൾക്ക് ഉൾപ്പെടെ വാങ്ങാൻ പറ്റുന്ന നല്ല പ്രോപ്പർട്ടിയാണ്. പാലാ കത്തീഡ്രൽ പള്ളി, കടപ്പാടൂർ ക്ഷേത്രം തുടങ്ങിയ സ്ഥലങ്ങളിലേക്കൊക്കെ പെട്ടെന്ന് എത്താൻ പറ്റുന്ന ദൂരമാണ്. അതുപോലെ തന്നെ പാലാ പൊൻകുന്നം ഹൈവേയിലേക്ക് 400-450 മീറ്റർ മാത്രമാണ് ദൂരം. സ്കൂള്, പള്ളി, ആരാധനാലയങ്ങളെല്ലാം അടുത്തുള്ള നല്ലൊരു ഏരിയയാണ്. വെള്ളപ്പൊക്കമൊന്നും ഒരിക്കലും ബാധിക്കാത്ത പ്രദേശത്ത് നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായ വീട്. സ്ഥലം കൂടുതൽ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ അത് ലഭിക്കുന്നതാണ്. അപ്പോൾ മുനിസിപ്പൽ റോഡ് ഫ്രണ്ടേജിൽ നല്ല അയൽവക്കങ്ങളൊക്കെയുള്ള മനോഹരമായ ഏരിയ നിർമ്മിച്ചിരിക്കുന്ന ഒരു കിടിലൻ വീടാണിത്. നല്ല ഭംഗിയേറിയ ബാൽക്കണിക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ വീടിൻ്റെ പുറകുവശത്ത് ഓപ്പൺ ടെറസ് വന്നിട്ടുണ്ട്. നമുക്ക് ഡ്രസ്സൊക്കെ വിരിച്ചിട്ടുള്ള സ്ഥലമുണ്ട്. അതുപോലെ തന്നെ മുകൾ ഭാഗത്ത് മുഴുവൻ ഡ്രസ്സ് വർക്ക് ചെയ്തിരിക്കുന്നതാണ്. ഇവിടുന്ന് സ്റ്റെയർ കേസ് കൂടി കൊടുത്തിരിക്കുന്നു. നല്ല വിശാലമായൊരു ബാക്ക് സൈഡ് നമുക്ക് ടെറസ് ഇവിടെ കാണാൻ പറ്റും. ഡ്രസ്സൊക്കെ വിരിക്കാനൊക്കെ ഉള്ള നല്ലൊരു സൗകര്യം കൂടിയുണ്ട്. വീണ്ടും മുകളിലേക്ക് കൂടി ഡ്രസ് വർക്കും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന സ്ഥലം കൂടി ചേർത്ത് വീടിൻ്റെ പ്രദേശത്തുള്ള വർക്ക് ഏരിയ ഉണ്ട്. കൂടാതെ ആ കാണുന്ന മരങ്ങളൊക്കെ നിൽക്കുന്ന, വാഴയൊക്കെ നിൽക്കുന്ന പ്രദേശം സ്ഥലം കൂടെ കൂട്ടിയാണ് നമ്മുടെ ഈ സ്ഥലം വന്നിരിക്കുന്നത്.